ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ക്ലാസ് ലൈഫ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മലയാളത്തിന്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ +1 +2 എക്സാമിന് ആവശ്യമായുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വീഡിയോസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ശ്രദ്ധിക്കുക. അപ്പം നേരെ വീഡിയോയിലേക്ക്. +1 മലയാളത്തില് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് കിനാബ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് സന്ദർശനം, ഓർമ്മയുടെ ഞരമ്പ്, വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ, മത്സ്യം. ഓക്കെ, അപ്പം സന്ദർശനത്തിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സ്മരണതൻ ദൂരസാഗരം തേടിയൻ, ഹൃദയരേഖകൾ നീളുന്നു, പിന്നെയും സന്ദർശനം. സ്മരണകളെ സാഗരത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം ഉചിതമാണ് പരിശോധിക്കുക. 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ചിറകു നീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണോ രേഖാന്തരോധനം? സന്ദർശനത്തിലെ നായകന്റെ മാനസികാവസ്ഥയെ ആവിഷ്കരിക്കാൻ ഈ പ്രയോഗം സഹായകമാണോ? വ്യക്തമാക്കുക. 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. തേർഡ് ക്വസ്റ്റ്യൻ: ഇരുളിൽ എപ്പോഴുദിക്കുന്നു നിൻമുഖം, കരുണമാം ജനനാന്തര സ്വാന്തനം. സന്ദർശനം ബാലചന്ദ്രൻ ചുള്ളിക്കാട്. നഗരത്തിലെ പ്രണയം തടവുകാരൻ പ്രത്യാശപൂർവം കഴിക്കുന്ന അവസാനത്തെ വിഷഗുളികയാണ്. അതിൻ്റെ രുചി കയ്പോ മധുരമോ എന്ന് അയാൾക്കൊരിക്കലും അറിയാനാകില്ല. നഗരത്തിലെ പ്രണയം സച്ചിദാനന്ദൻ. സന്ദർശനത്തിലെ പ്രണയസങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരാശയമാണോ നഗരത്തിലെ പ്രണയത്തിൽ ആവിഷ്കരിക്കുന്നത്? നിങ്ങളുടെ നിഗമനങ്ങൾ അവതരിപ്പിക്കുക. 6 മാർക്കിന് മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓർമ്മയുടെ ഞരമ്പ്. ഈ ഒരു ഭാഗത്ത് നിന്നും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വൃദ്ധ, പെൺകുട്ടി, പത്മാക്ഷി എന്നീ കഥാപാത്രങ്ങളിലൂടെ സ്ത്രീ ജീവിതത്തിന്റെ വ്യത്യസ്ത മുഖങ്ങളെയാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ ആവിഷ്കരിക്കുന്നത്. പരിശോധിച്ച് നിരൂപണം തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട്. 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: തുരുമ്പ് പിടിച്ച വിജാഗിരികൾ ഇളകുന്നതുപോലെയായിരുന്നു അവരുടെ ശബ്ദം. ഓർമ്മയുടെ ഞരമ്പിലെ ഈ വാക്യം കഥയുടെ പശ്ചാത്തലത്തെപ്പറ്റി നൽകുന്ന സൂചനയാണോ? വിശദമാക്കുക. 4 മാർക്കിന് ചോദിച്ചുള്ള ഒരു ചോദ്യമാണിത്. തേർഡ് ക്വസ്റ്റ്യൻ: ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ ഞരമ്പ് ഒരു പ്രതീകമായി മാറുന്നുണ്ടോ? വിലയിരുത്തുക. ഇതും 4 മാർക്കിന് മുൻവർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ. ഈ ഒരു ഭാഗത്തു നിന്നും മുൻവർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പ്രകൃതിയുടെ നേരറിവിൽ നിന്നും സാംശീകരിച്ച പാഠങ്ങളാണ് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന പാഠഭാഗത്ത് കാണുന്നത്. വിശദമാക്കുക. 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: മണ്ണിലേക്ക് ഊർന്നു വീഴുന്ന ഒരില പോലും വേരുകൾക്കായിട്ടാണല്ലോ മണ്ണടരുകളിലേക്ക് താണുപോകുന്നത്. വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ. ഇതിലൂടെ ലേഖകൻ മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ദർശനം എന്താണ്? നിരീക്ഷണങ്ങൾ കുറിക്കുക. 4 മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണിത്. തേർഡ് ക്വസ്റ്റ്യൻ: രോഗങ്ങളെ മാത്രം ഭയന്ന് ജീവിക്കുന്നവർക്ക് കാട്ടുചോലയിലെ ജലം, മണ്ണ്, വായു, സൂര്യപ്രകാശം, കാറ്റ്, മഴ ഒക്കെ അന്യമാണ്. വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ. ലേഖകന്റെ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. 4 മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണിത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മത്സ്യമാണ്. ഇവിടെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: മത്സ്യത്തിന്റെ ജീവിത ലക്ഷ്യം പൊരുതി നിൽക്കുക എന്നതാണല്ലോ. മത്സ്യം എന്ന കവിതയെ മുൻനിർത്തി സ്വഭിപ്രായം രേഖപ്പെടുത്തുക. 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഒരേ സമയം അനുഭവിക്കാനാവില്ല എന്ന അഭിപ്രായത്തിന്റെ സാധുതയെ മത്സ്യം എന്ന കവിതയിലെ ആശയത്തെ ആധാരമാക്കി വിശകലനം ചെയ്യുക. 8 മാർക്കിന് ഈ ഒരു ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് യൂണിറ്റ് കാഴ്ച. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കായലരികത്ത്, സിനിമയും സമൂഹവും, കളവ് പോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും, കൈപ്പാട് കേൾക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക്
കായലരികത്ത് നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കായലരികത്ത് എന്ന ഗാനത്തിൽ തെളിയുന്ന മുഖ്യ ഭാവം പ്രണയമാണ്, പ്രതികരിക്കുക. 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ചലച്ചിത്ര ഗാനങ്ങൾ ചലച്ചിത്രങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണോ? നിങ്ങളുടെ അഭിപ്രായം എഴുതി ഉദാഹരണ സഹിതം സമർത്ഥിക്കുക. 6 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. തേർഡ് ക്വസ്റ്റ്യൻ, അമ്മ പറയണത് പോലെ പെണ്ണായാൽ ചോറും കറിയും വയ്ക്കണം, പെരണം, ഓർമ്മയുടെ ഞരമ്പ്. ചോറിൽ നിന്ന് വളർന്നു പൊന്തിയ ഹൂറി നിന്നുടെ കൈയിനാൽ നെയ്ച്ചോറ് വച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടൻ നെഞ്ചിലായി, കായലരികത്ത്. ഈ 2 പാഠസന്ദർഭങ്ങളിലും തെളിയുന്നത് സ്ത്രീകളെ പറ്റിയുള്ള പരമ്പരാഗത സങ്കല്പമാണോ വ്യക്തമാക്കുക. 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഓക്കെ, നെക്സ്റ്റ്, സിനിമയും സമൂഹവും. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ജനപ്രിയ സിനിമകൾ സ്വപ്നലോകത്തിൻ്റെ ഭ്രമാത്മകതയാണ് പൊതുവെ പ്രതിഫലിപ്പിക്കുന്നത്, സിനിമയും സമൂഹവും. ഈ നിരീക്ഷണത്തോട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? വിശദമാക്കുക. 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിത്യജീവിതത്തിലെ കുറവുകളെ പൂരിപ്പിക്കുകയാണ് ജനപ്രിയ സിനിമകൾ ചെയ്യുന്നത്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വ്യക്തമാക്കുക. 4 മാർക്കിന് മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കളവ് പോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും. ഇവിടെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സാധാരണക്കാരന്റെ പ്രത്യാശകളും നൊമ്പരങ്ങളും ചിത്രീകരിക്കുന്ന സിനിമ എന്ന നിലയിൽ ബൈസൈക്കിൾ തീവ്സിനെ വിശകലനം ചെയ്യുക. 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പഠിച്ചിരിക്കണം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളത സൈക്കിൾ മോഷ്ടാക്കൾ എന്ന ചലച്ചിത്രത്തിൽ എത്രത്തോളം പ്രതിഫലിക്കുന്നുണ്ട്? വിശദമാക്കുക. 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല മരണമൊഴിച്ച്. സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയിലെ അന്റോണിയോ റിച്ചിയുടെ ഈ വാക്യങ്ങൾ സിനിമയുടെ സന്ദേശമാണോ? വിശകലനം ചെയ്ത് ആസ്വാദനം തയ്യാറാക്കുക. 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഓക്കെ, നെക്സ്റ്റ്, കൈപ്പാട്. ഇവിടെ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൈപ്പാട് എന്ന ഡോക്യുമെന്ററി ഫിലിം മികവുറ്റതാക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേകതയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, കൈപ്പാട് എന്ന ഡോക്യുമെന്ററി ആവിഷ്കരിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെന്ററി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്തത്, കേൾക്കുന്നുണ്ടോ. ഇവിടെ നിന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കേൾക്കുന്നുണ്ടോ എന്ന ചലച്ചിത്രത്തിന്റെ പ്രദർശനത്തിന് മുന്നോടിയായി പ്രസ്തുത സിനിമയെ പരിചയപ്പെടുത്തുന്ന ആമുഖ ഭാഷണം തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട്. 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൈപ്പാട്, കേൾക്കുന്നുണ്ടോ എന്നീ ചിത്രങ്ങൾ പരിസ്ഥിതി സംബന്ധമായ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ടോ? താരതമ്യം ചെയ്ത് ലഘു കുറിപ്പ് തയ്യാറാക്കുക. ഇത് 4 മാർക്കിന് മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. നെക്സ്റ്റ്, തേർഡ് യൂണിറ്റ്, ഉള്ളറിവ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ, ഊഞ്ഞാലിൽ, അനർഘ നിമിഷം, അതുപോലെ തന്നെ ലാത്തിയും വെടിയുണ്ടയും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ. ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനേകം അർത്ഥങ്ങളെ നിഷ്പാദിപ്പിക്കുന്ന വാക് ബിന്ദുക്കളാണ് കവി തിരഞ്ഞെടുക്കുന്നത്. MN വിജയന്റെ ഈ നിരീക്ഷണത്തെ മുൻനിർത്തി മത്സ്യം എന്ന കവിതയിലെ മത്സ്യം, കടൽ എന്നീ പദങ്ങൾക്ക് ലഭിക്കാവുന്ന അർത്ഥസാധ്യതകളെ വിശകലനം ചെയ്യുക. 6 മാർക്കിന് മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എന്താണ് കവിത? MN വിജയൻ തന്റെ ലേഖനത്തിൽ കവിതയെക്കുറിച്ച് അവതരിപ്പിച്ച 2 നിരീക്ഷണങ്ങൾ എഴുതാൻ 4 മാർക്കിന് മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഓക്കെ, നെക്സ്റ്റ്, ഊഞ്ഞാലിൽ. ഇവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദൃഢവും ആഹ്ലാദപ്രദവുമായ ദാമ്പത്യ ബന്ധത്തിന്റെ ആവിഷ്കാരമാണ് ഊഞ്ഞാലിൽ എന്ന കവിത. ഈ ആശയത്തെ മുൻനിർത്തി ആസ്വാദനം തയ്യാറാക്കുക. 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നാട്ടിൻപുറത്തോടുള്ള വൈലോപ്പിള്ളിയുടെ സ്നേഹം ഊഞ്ഞാലിൽ എന്ന കവിതയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? വിലയിരുത്തുക. ഇത് 4 മാർക്കിനും മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, അനർഘ നിമിഷം. ഇവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനർഘ നിമിഷം, ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സന്ദർശനം എന്നീ രചനകൾ അനിവാര്യമായ വേർപാടിനെ വ്യത്യസ്തമായ രീതികളിൽ അവതരിപ്പിക്കുന്നു. ഈ അഭിപ്രായം ശരിയാണോ എന്ന് പരിശോധിക്കുക. 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്.
സെക്കൻഡ് ക്വസ്റ്റ്യൻ, അനർഘ നിമിഷത്തിൽ ബഷീർ സംവദിക്കുന്ന അജ്ഞാതനായ നീ നൽകുന്ന അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ്? 4 മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണിത്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ലാത്തിയും വെടിയുണ്ടയും. ഇവിടെ മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യം ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലാത്തിയും വെടിയുണ്ടയും എന്ന പാഠഭാഗത്ത് ദേവി ബെഹൻ, തങ്കം നായർ എന്നീ 2 കഥാപാത്രങ്ങളെ മുൻനിർത്തി സാമൂഹ്യ ജീവിതത്തിൽ അവർ സ്വീകരിച്ച വ്യത്യസ്ത നിലപാടുകളെ വിശകലനം ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. 6 മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണിത്. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് 4th യൂണിറ്റ് ഉറവ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് പീലിക്കണ്ണുകൾ, അനുകമ്പ, മൊഹിദ്ദീൻ മാല, വാസനാവികൃതി, സംക്രമണം, അതുപോലെ തന്നെ ശസ്ത്രക്രിയ. ആദ്യം നമുക്ക് പീലിക്കണ്ണുകളിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എത്രത്തോളം ഹൃദ്യവും സൂക്ഷ്മവുമായിട്ടാണ് കൃഷ്ണന്റെ ബാല്യകാല സ്മരണകൾ പീലിക്കണ്ണുകൾ എന്ന പാഠഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്? ഏതെങ്കിലും 2 സന്ദർഭത്തെ മുൻനിർത്തി കുറിപ്പ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ചെറുശ്ശേരിയുടെ രചനാരീതിയിലെ ലാളിത്യത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. ഇത് 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത പഠിക്കാനുള്ളത് അനുകമ്പ. ഇവിടെ മുൻവർഷം ചോദിച്ചുള്ള ചോദ്യം, ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. അൻപകന്നൊരു നെഞ്ചാൽ വരുമല്ലൊക്കെയും അനുകമ്പ ദശകത്തിലെ ഈ പ്രയോഗത്തിൽ തെളിയുന്ന ജീവിത പാഠം എന്താണ്? 4 മാർക്കിന് മുൻവർഷം ചോദിച്ചുള്ള ചോദ്യമാണിത്. നെക്സ്റ്റ് മൊഹിദ്ദീൻ മാലയിൽ നിന്നും മുൻവർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അറബി മലയാള സാഹിത്യത്തിൽ മൊഹിദ്ദീൻ മാലയെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. 2 മാർക്കിന് മുൻവർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. കൂടാതെ മൊഹിദ്ദീൻ മാല എന്ന കൃതിയുടെ സവിശേഷത എന്താണ് എന്നും ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിനൊക്കെയാണ് ആ ഒരു ചോദ്യവും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് വാസനാവികൃതി. ഇവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസം ലഭിച്ചിട്ടും ജന്മവാസനയാണ് വാസനാവികൃതിയിലെ ഇക്കണ്ട കുറിപ്പിനെ വഴിപിഴപ്പിക്കുന്നത്. മനുഷ്യനെ കൂടുതൽ നല്ല മനുഷ്യരാക്കുന്നതിൽ സാമൂഹ്യ സാഹചര്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും പങ്കില്ലേ? പരിശോധിക്കുക. 6 മാർക്കിന് ചോദിച്ചുള്ള ഒരു ചോദ്യമാണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാസനാവികൃതിയിലെ നായകനായ കള്ളൻ മോഷണരംഗത്ത് താൻ നവീനനാണ് എന്നു പറയുന്നതിന്റെ കാരണം എന്ത്? 4 മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ. നെക്സ്റ്റ് പഠിക്കാനുള്ളത് സംക്രമണം. ഇവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യം ഇതാണ്. പുറപ്പെട്ടയിടത്താണോരായിരം കാതമവൾ നടന്നിട്ടും സംക്രമണം എന്ന കവിതയിലെ ഈ വരികൾ സ്ത്രീ ജീവിതാവസ്ഥയുടെ ചരിത്രമാണ് രേഖപ്പെടുത്തുന്നത്. നിങ്ങളുടെ പ്രതികരണം കുറിപ്പായി എഴുതുക. 6 മാർക്കിന് മുൻവർഷം ചോദിച്ചുള്ള ചോദ്യമാണിത്. നെക്സ്റ്റ് ശസ്ത്രക്രിയ. ഇവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യം ഇതാണ്. കണ്ണുകളിൽ വഴിയുന്ന വാത്സല്യത്തോടെ അമ്മ ഈ വയസ്സൻ മകനെ തൊട്ടും പിടിച്ചും കൊണ്ട് പിറകെ നടക്കുന്നു. ശസ്ത്രക്രിയ. പിള്ളാരെ നുള്ളിനാൻ അന്നങ്ങ് ചൊല്ലിട്ടു പീലി കൊണ്ടെന്നെ അഴിച്ചാളമ്മ. മാതൃസ്നേഹത്തിൻ്റെ ആവിഷ്കാരം വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ എഴുത്തുകാർ അനുഭവിപ്പിക്കുന്നത് സമാന രീതിയിലാണോ? താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇത് 4 മാർക്കിന് മുൻവർഷം ചോദിച്ചുള്ള ചോദ്യമാണ്. ഓക്കെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +1 മലയാളത്തിന്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്റ്റുഡന്റ് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യാനാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഓഫ്. ഓക്കെ.